രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ. രാഹുലിനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് പോലീസ് റിപ്പോർട്ടിൽ ഉള്ളത്. അതിജീവിതയെ രാഹുൽ പലതവണ ലൈംഗികമായി ഉപദ്രവിച്ചു. അതിജീവിതയെ പാലക്കാട്ടേക്ക് കൊണ്ടുപോയത് നിർബന്ധിച്ചാണെന്നും ഗർഭിണിയായിരിക്കെ ഉപദ്രവിച്ചതിന് തെളിവുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. നഗ്നചിത്രമെടുത്ത് ഭീഷണിപ്പെടുത്തിയതിനും തെളിവുണ്ട്. സിജോ വി ജോൺ വിവരങ്ങളുമായി ചേരുന്നു. സിജോ, ഈ തെളിവുകൾ കുരുക്കാവുകയാണോ? തെളിവുകൾ കുരുക്കാണ്, പക്ഷേ അത് തെറ്റാണെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുകയാണ്. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് ഈ യുവതിയുമായി തനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രാഹുലിന്റെ അഭിഭാഷകൻ ഇപ്പോൾ കോടതിയിൽ പറയുന്നത്. രാഹുലിന് അത്തരത്തിൽ മാത്രമാണ് ബന്ധം ഉണ്ടായിരുന്നത്. മാത്രമല്ല, താൻ ഈ മരുന്ന് കഴിക്കാൻ വേണ്ടി ഈ യുവതിയെ നിർബന്ധിച്ചിട്ടില്ല. അവരത് മരുന്ന് കഴിച്ചത് സ്വന്തം നിർബന്ധപ്രകാരം, അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് മരുന്ന് കഴിച്ചതെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. നേരത്തെ ഈ യുവതി നൽകിയിരുന്ന മൊഴി എന്ന് പറയുന്നത് ഈ രാഹുലിന്റെ സുഹൃത്ത് ആണ്, ജോബിയാണ് തിരുവനന്തപുരത്ത് എത്തിച്ച് ഈ മരുന്ന് നൽകിയത്. ആ മരുന്ന് നൽകിയതിന് ശേഷം ഇവരത് കുടിക്കാൻ വേണ്ടി നിർബന്ധിച്ചു. രാഹുൽ ഇത് വീഡിയോ കോളിലൂടെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തെന്നൊക്കെയാണ് ഈ മൊഴി പറഞ്ഞത്. പക്ഷേ അത് തീർത്തും തെറ്റാണ്. അത് വാസ്തവ വിരുദ്ധമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ രാഹുലിന് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് നിർണായകമാണ്. നമുക്ക് ആ പോലീസിന്റെ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയുമായി അടുപ്പമുണ്ടാകുന്നത് ഇവരുടെ യുവതിയുടെ നാട്ടിലെ ഒരു പ്രാദേശിക പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. ആ വിഷയം പരിഹരിക്കുന്നതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടുകയും ചെയ്തു. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഒരു അടുപ്പത്തിലേക്കും പരിചയത്തിലേക്കും പോവുകയും ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിനുശേഷം പാലക്കാടത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ യുവതിയെ വിളിച്ചു വരുത്തുന്നത്. അവിടെ വെച്ച് ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. പിന്നീട് പ്രഗ്നന്റ് ആകുന്നു. പ്രഗ്നന്റ് ആയതിനു ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയെ തിരുവനന്തപുരത്തൊക്കെ ഉൾപ്പെടെ എത്തിച്ച് വീണ്ടും പ്രഗ്നന്റായി നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും ബലാത്സംഗം ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ് ഈ പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓഡിയോ റെക്കോർഡ്സ്, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയോട് സംസാരിക്കുന്നതിന്റെ റെക്കോർഡ്സ്, അതോടൊപ്പം തന്നെ വാട്സപ്പ് ചാറ്റുകളും ഇതെല്ലാം സാധൂകരിക്കുന്നതാണ്, ഇതെല്ലാം തെളിയിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തെറ്റാണെന്നുള്ള കാര്യമാണ് രാഹുലിന്റെ അഭിഭാഷകൻ ഇപ്പോൾ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. ഈ പരാതി ഉന്നയിക്കുന്ന കാര്യത്തിൽ, ഈ പരാതി ഉന്നയിക്കുന്ന സമയത്ത് അതിജീവിതയ്ക്ക് പോലീസുകാരുമായി ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യവും രാഹുലിന്റെ അഭിഭാഷകൻ പറയുന്നുണ്ട്. വനിതാ സെല്ലുമായും വനിതാ വിങ്ങുമായും അതിജീവിതയ്ക്ക് ഈ കാലയളവിൽ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം പോലീസുമായി ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു കെട്ടിച്ചമച്ച, അല്ലെങ്കിൽ പോലീസുമായി ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള കേസുകൾ വന്നിരിക്കുന്നത്. പോലീസും അതിജീവിതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില വാട്സപ്പ് ചാറ്റുകളും അതോടൊപ്പം തന്നെ ഓഡിയോ റെക്കോർഡ്സ് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അതിജീവിതയോട് അബോർഷന് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്ന, അല്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്ന, അത് ചെയ്തില്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ ആണ്. അത് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ രാഹുലിന്റെ ഭാഗം സാധൂകരിക്കുന്ന, ഇവർ തമ്മിൽ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നുള്ളത്, അടുത്ത സൗഹൃദമാണ് ഉണ്ടായിരുന്നതെന്നുള്ളതും ആ സൗഹൃദം വളർന്നാണ് മറ്റു തരത്തിലുള്ള ബന്ധത്തിലേക്ക് പോയത് എന്ന് തെളിയിക്കുന്ന മറ്റ് ഓഡിയോകളാണ് ഇപ്പോൾ രാഹുലിന് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഈ ചാറ്റുകളും അതോടൊപ്പം തന്നെ ഈ ഓഡിയോയൊക്കെ വിശദമായി തന്നെ ഇപ്പോൾ കോടതി പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് തുടർ വാദം നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി എന്ത് തെളിവുകളാണ് ഹാജരാക്കുന്നത് സിജോ വി ജോൺ? രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഊന്നി നിൽക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത്, ഈ അതിജീവിതയുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ വിവാഹത്തിന് ശേഷം ഭർത്താവുമായിട്ടുള്ള ബന്ധം ഒരു 4 ദിവസം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 1 മാസത്തിന് ശേഷം അവരുമായിട്ടുള്ള ഭർത്താവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീടാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്, ഇവർ ഈ പറയുന്ന ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന, പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയങ്ങളിൽ അവർ രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പമായിരുന്നില്ല ഉണ്ടായിരുന്നത്, ഇവരുടെ ഭർത്താവിന് ഒപ്പമാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രധാന ഒരു വാദമായി പറയുകയും ചെയ്യുന്നത്, താൻ ഒരു സ്ഥലത്തും ഒരു സമയത്തും അതിജീവിതയോട് അബോർഷൻ ചെയ്യുന്നതിന് വേണ്ടി അബോർഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മരുന്ന് നൽകിയിട്ടില്ല. അത്തരത്തിൽ മരുന്ന് കഴിക്കുന്നത് ഈ സ്ത്രീ സ്വന്തമായി എടുത്ത തീരുമാനമാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ മരുന്ന് എത്തിച്ചു നൽകണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ അത് മരുന്ന് വേണമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് സാധൂകരിക്കുന്ന ചില തെളിവുകൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓഡിയോ ഉണ്ട്, അതോടൊപ്പം ചില വാട്സപ്പ് ചാറ്റുകളുണ്ട്. അതിൻ്റെ എല്ലാം സ്വാഭാവികമായ ആധികാരികത
പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഇത്തരം തെളിവുകളുണ്ട് എന്നുള്ള കാര്യമാണ് രാഹുലിന് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന നിലയിൽ അത്തരത്തിൽ ചില സംശയങ്ങൾ ജനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി അഭിഭാഷകൻ കോടതിയിൽ പറയുന്നു. കാരണം ഇത്തരത്തിൽ പരാതികളൊക്കെ വരുന്ന സമയത്തല്ല, അതിനു മുമ്പ് തന്നെ ഈ പരാതിക്കാരിക്ക് പോലീസുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ വനിതാ സെല്ലിലെ ഉദ്യോഗസ്ഥരെ ഈ പരാതി വരുന്നതിന് മുമ്പ് ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത്തരം ചില വിവരങ്ങൾ കൂടി അഭിഭാഷകൻ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായി തനിക്കൊരു കേസ് വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് ഇതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കേസാണ്, ഇതൊരു കള്ളക്കേസാണ്, CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ കൂട്ടുകെട്ടിന്റെ ഭാഗമായാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു കേസ് വന്നിരിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ കൂടി ഇത്തരത്തിൽ കാര്യങ്ങൾ അവരെ കൂടി പരാമർശിക്കുന്ന ചില കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അവർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു അതിജീവിതയ്ക്ക് പരാതി നൽകണം, ഒരു യുവതിക്ക് പരാതി നൽകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് സ്റ്റേഷനിലോട്ടാണ് എത്തിച്ച് പരാതി കൊടുക്കേണ്ടത്. അതിന് പകരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആദ്യഘട്ടത്തിൽ ഈ പരാതി വരുന്നു, മുഖ്യമന്ത്രി അത് DGP-ക്ക് കൊടുക്കുന്നു, DGP അതിനുശേഷം അത് അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേക സംഘത്തെ കൈമാറുന്നു. ഇതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളൊരു വാദമാണ് ഇപ്പോൾ രാഹുൽ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്യുന്നത്.